and gentlemen, welcome to your favorite tech news Chaya with Tech with Call me Shazam. Yes, സുന്ദർ പിച്ചെ കാണുന്ന, ഡൊണാൾഡ് ട്രംപ് കാണുന്ന, നമ്മുടെ അമേരിക്കൻ പ്രസിഡന്റ് കാണുന്ന, ഈ നമ്മുടെ നാട്ടിലെ CM കാണുന്ന, നമ്മുടെ നാട്ടിലെ PM കാണുന്ന, അവരിൽ ടെക്നോളജിയിൽ ഞാൻ പകർത്തി കൊടുക്കുന്ന ഒരു ഗംഭീര ന്യൂസിലോട്ട് എല്ലാവർക്കും സ്വാഗതം. എനിക്ക് ആദ്യം തന്നെ പറയേണ്ടത്, എല്ലാവരും ഈ സാധനം ഒന്ന് ലൈക്ക് ചെയ്യടേ, എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യട്ടെ. നല്ല രീതിയിൽ ലൈക്ക് ബട്ടൺ നല്ല രീതിയിൽ അങ്ങ് അടിച്ച് തകർക്കുക എന്നാണ് എനിക്ക് ആദ്യമേ പറയാനുള്ളത്. അതിനുശേഷം നമുക്ക് ന്യൂസിലോട്ട് കടന്നാൽ മതി. ഇനി തൊട്ട് ഈ സാധനം എനിക്ക് ഇനി പറയണം. ബിക്കോസ് സായിപ്പന്മാർ പറയുമ്പോൾ ഞാനൊക്കെ ഇരുന്ന് പുറ്റിക്കുക, അമ്മ എന്തുണ്ട് ഈ ലൈക്ക് ചോദിച്ചുകൊണ്ടിരിക്കുന്നതെന്ന്. ഇപ്പോഴാണ് മനസ്സിലായത്, ലൈക്ക് കൊണ്ടിട്ടേ കാര്യമുള്ളൂ. ലൈക്ക് വഴി നമ്മൾ ഈ സാധനം അൽഗോരിതത്തിലോട്ട് കയറ്റാനേ പറ്റുള്ളൂ. ഇപ്പോൾ ആരും ഞാനും പറയാത്തതുകൊണ്ട് നിങ്ങളും ചെയ്യാറില്ല. അതുകൊണ്ട് ദൈവത്തിന് ഓർത്ത് വന്ന് ഈ കാണുന്ന ആൾക്കാരൊന്ന് ലൈക്ക് അടിച്ചിട്ട്, നിങ്ങൾ ഫുള്ളും കണ്ടില്ലെങ്കിലും കുഴപ്പമില്ല, ഒന്ന് ലൈക്ക് അടിച്ചിട്ട് പോടെ എന്ന് പറഞ്ഞു നമുക്ക് എന്തായാലും തുടങ്ങാണ്. നമുക്ക് കുറച്ച് ന്യൂസ് ഉണ്ട്. ആദ്യം തന്നെ നമുക്ക് പറയാനുള്ളതെന്ന് പറഞ്ഞാൽ, ഇന്ന് ആസ് വി സ്പീക്ക് ടുഡേ ആണ് നമ്മുടെ സാംസങ്ങിൻ്റെ പുതിയ ഫോണുകൾ ഇറങ്ങാൻ പോകുന്നത്. സാംസങ് ഗാലക്സി S25, 25 പ്ലസ്, 25 സ്ലിം എന്ന് പറയുന്ന ഒരു മോഡൽ ചിലപ്പോൾ ഇറങ്ങും, 25 അൾട്ട. ഈ 25 സ്ലിം അമേരിക്കയിലും കൊറിയയിലും ഇറ്റലി, ജർമ്മനി തുടങ്ങിയ രാജ്യങ്ങളിൽ ഇറങ്ങില്ല. പക്ഷേ ഇന്ത്യയിൽ ഇറങ്ങും എന്നൊരു കാര്യം ഞാൻ കേട്ടായിരുന്നു. ഇന്ത്യ, ദുബായ്, അത് UAE, സൗദി ഇങ്ങനത്തെ സ്ഥലങ്ങളിലൊക്കെ ഈ ഫോൺ ഇറങ്ങുന്നു സ്ലിം വെർഷൻ. ഇതിൽ എന്താണ് ഡിഫറൻസ് എന്ന് ചോദിച്ചാൽ ഒന്നുമില്ല. നമ്മുടെ S25 പ്ലസിൻ്റെ സ്ലിമ്മർ വെർഷൻ എന്ന് മാത്രമേ ഉള്ളൂ. അതായത് മെലിഞ്ഞ സ്ലിം ആയിട്ടുള്ള ഒരു ഫോം ഫാക്ടർ അത്രേ ഉള്ളൂ കേട്ടോ. വേറെ എടിയും പോകുകയൊന്നും ഇല്ല. അപ്പോൾ ഇത് എന്താണ് സംഭവം എന്ന് ചോദിച്ചാൽ എനിക്കും അറിഞ്ഞൂടാ. എന്തിനാണെങ്കിലും വരുമ്പോൾ കാണാടേ. ഈ പ്രാവശ്യത്തെ പ്രത്യേകതകളല്ലേ, എല്ലാ ഫോണുകളിലും സ്നാപ്ഡ്രാഗൻ്റെ A8 ചിപ്സെറ്റ്, 50 മെഗാ പിക്സലിൻ്റെ അൾട്രാ വൈഡ്. അത് എന്തുകൊണ്ടെന്ന് ചോദിച്ചാൽ എന്താണ്, ആപ്പിള് ഈ പറയുന്ന 16 പ്രോയിൽ 48 മെഗാ പിക്സലിൻ്റെ അൾട്രാ വൈഡ് കൊടുത്തില്ലേ. അപ്പോൾ സാംസങ് നോക്കിയപ്പോൾ 48 അവന്മാർ കൊടുത്ത് 50 നമ്മൾ കൊടുക്കും. അത് തന്നെ. പക്ഷേ കഴിഞ്ഞ വർഷത്തെ സെയിം 200 മെഗാ പിക്സലിൻ്റെ സെൻസർ, സെയിം 50 മെഗാ പിക്സലിൻ്റെ സെൻസർ, സെയിം 12 മെഗാ പിക്സലിൻ്റെ സെൽഫി ക്യാമറ സെൻസർ. ഇതൊരു കഷ്ടമാണ് ഇതിൻ്റെയൊക്കെ. ഞാൻ പറയും, യവന്മാർ ഫ്രണ്ട് ക്യാമറ മാറ്റണം, എന്നാലേ സാംസങ് മാറ്റുള്ളൂ. ഈ സാംസങ് അങ്ങനത്തെ ഒരു കോണ സ്വഭാവമുണ്ട്. ആപ്പിൾ എന്തൊരു രാവിലെ ചീത്ത വിളിക്കണ്ട. ആപ്പിൾ എന്ത് ചെയ്താലും ആ കുളത്തിൽ അവന്മാർ ചാടത്തുള്ളൂ. ആപ്പിൾ ചാർജർ എടുത്തു കഴിഞ്ഞാൽ സാംസങ് ചാർജർ എടുത്തു കളയും. ആപ്പിൾ ഫാസ്റ്റ് ചാർജിങ് കൊണ്ടുവന്നാൽ സാംസങ് ഫാസ്റ്റ് ചാർജിങ് കൊണ്ടുവരും. അപ്പോൾ ഇനി തൊട്ട് നിങ്ങൾക്ക് ഇനി സാംസങ്ങിൽ എന്തെങ്കിലും ഒരു പുതുമ കാണണമെന്നുണ്ടെങ്കിൽ ദൈവത്തിന് ഓർത്ത് ആപ്പിൾ എന്തെങ്കിലും ചെയ്യണം. ആകെപ്പാടെ ഇനിയിപ്പോൾ ഈ വർഷം വരാൻ പോണതിൽ മറ്റേ തന്നെ One UI 7 വെച്ച് വരുന്ന ഗാലക്സി AI കുറേ പുതുമകൾ നമുക്ക് കാണാൻ പറ്റുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. വീഡിയോയിലൊക്കെ AI വരണം എന്നൊക്കെയാണ് ഞാൻ കേട്ടത്. AI വീഡിയോയിൽ ആൾക്കാർ ഇറേസ് ചെയ്യാൻ പറ്റും. എന്തൊക്കെയോ പറയണതൊക്കെ, എന്തൊക്കെ ദൈവത്തിന് അറിയാം ഇതൊക്കെ സത്യമാണോ അല്ലയെന്ന്. എന്തിനാണെങ്കിലും വൻ ശ്വാഗമാണ് ഈ മാസം. ഇതൊന്നുമില്ല, S24 അൾട്ര വെച്ച് നോക്കുമ്പോൾ വലിയ മാറ്റങ്ങളൊന്നും ഈ വർഷവും സാംസങ്ങിന് തരാനില്ല. അൺഫോർച്ചുനേറ്റ്ലി സങ്കടമുണ്ട് ഗോപിയേട്ടാ, സങ്കടമുണ്ട്. എന്തിനാണെങ്കിലും ഇന്നത്തെ ഇവൻറ്റ് വരുമ്പോൾ കാണാതെ മിക്കവാറും എല്ലാവരും കിടന്ന് ഉറങ്ങും. പിന്നെ അവർ അതിൻ്റെ ഇടയിൽ കൂടെ മറ്റേതൊരു ഹെഡ്സെറ്റ് ഇല്ലേ, VR ഹെഡ്സെറ്റ്, ആപ്പിൾ വിഷൻ പ്രോ കൊണ്ടുവന്നില്ല, അപ്പോൾ സാംസങ് കൊണ്ടുവരാതിരിക്കൂ. അതുപോലത്തെ ഒരു VR ഹെഡ്സെറ്റ് നമ്മളും കൊണ്ടുവരും. ഈ വർഷം കൊണ്ട് ഇപ്പോൾ വരും, ഈ വണ്ടി വരുന്നുണ്ട്. അതങ്ങനെ കുറേ ജന്മങ്ങൾ. പക്ഷേ ഇതൊക്കെ ഞാനും പറയുന്ന കേസ് തന്നെ. പക്ഷേ ഞാൻ പറയുമ്പോൾ ഞാൻ രണ്ടുപേരും വിമർശിക്കും. അതായത് ആപ്പിളിനെ വിമർശിക്കും, സാംസങ്ങിനെ വിമർശിക്കും. പക്ഷേ വെർജ് എന്ന് പറയുന്ന ഒരു ഓൺലൈൻ ഒരു ടെക്ക് ഓൺലൈനിൽ മറ്റേ എഴുത്തും കുത്തും അമ്മക്ക് മറ്റേ യൂട്യൂബ് ചാനലൊക്കെ ഉണ്ട്. അവന്മാരെ ഡബിൾ സ്റ്റാൻഡേർഡ് ഉണ്ടല്ലേ, ഓ മാൻ, അതൊക്കെയാണ് തങ്കക്കാട്ടി ഡബിൾ സ്റ്റാൻഡേർഡ്. ആപ്പിൾ എന്ത് കിണ്ടി കൊണ്ടുവന്നാലും അതൊക്കെ ചെറിയ മാറ്റങ്ങളാണെങ്കിലും അതൊരു വലിയ മാറ്റമാണ്. എന്നിട്ട് സാംസങ്ങിൻ്റെ ഇവൻ്റ് അവർ പറയണത്, സാംസങ്ങിന് വേറെ എന്തെങ്കിലുമൊക്കെ ചെയ്യണമെന്ന്. ഇമാതിരി ചേറ്റത്തരം ഉണ്ടല്ലേ. എന്തുണ്ട്, അത് അമേരിക്കൻ കമ്പനി, മറ്റേത് കൊറിയൻ കമ്പനി ആയതുകൊണ്ടല്ലേ. എടാ നാണം ഉണ്ടോ, കാണിച്ച് ആട്ടച്ച് വെച്ചിട്ടൊക്കെ പോടാ നീയൊക്കെ. അതിനൊക്കെ കുണയ്ക്കാൻ പറഞ്ഞു. അവനൊക്കെ പറയുമ്പോൾ രണ്ടുപേരെയും സമം. മറ്റവരെ കുറ്റം പറഞ്ഞാൽ ഇവരെയും കുറ്റം പറയണം. അല്ലാതെ മറ്റവർക്ക് കൊമ്പ് ഇവർക്ക് വാല് അത് വേണ്ട. നല്ല സ്വഭാവമല്ല അത്. ഉടൻ തന്നെ iPad Air വരുന്നു, M3 ചിപ്സെറ്റ് വെച്ചിട്ട്. മാറ്റങ്ങളൊന്നുമില്ല. പിന്നെ അതേപോലെ OLED വെച്ചിട്ടുള്ള എയർ ഈ ഇടക്കാലത്തൊന്നും നോക്കണ്ട. എന്തായാലും പുതിയ ചിപ്സെറ്റ് വെച്ചിട്ടുള്ള M3 വെച്ച് വരൂ, M4 വെച്ചല്ലേ വരത്തുള്ളൂ. എന്തൊരു പുതിയ iPad Air വരണമെന്നൊക്കെ കേൾക്കണേ. എവിടെയൊക്കെയോ മറ്റേ സർട്ടിഫിക്കേഷനൊക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത് വരും. പിന്നെ കുറേ നാളായിട്ട് ലീക്ക് മാത്രം ഇറങ്ങിക്കൊണ്ടിരിക്കുന്ന ഒരു ഫോണുണ്ട് ഐഫോണിൻ്റെ ഫാമിലിയിൽ നിന്ന്, iPhone SE 4. കുറേ നാളായിട്ട് ഇറങ്ങിയാണ്. എനിക്കൊരു 2 വർഷമായിട്ട് ലീക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ ഈ സാധനം. എപ്പോഴോ വരുമെന്ന് പറയുന്നുണ്ട്. ഈ വർഷം എന്തോ വരും.
ഇന്ന് വരും, നാളെ വരും, എപ്പോൾ വേണമെങ്കിലും വരും. ഉറക്കം വന്നു എല്ലാവരും ഒന്ന് ആ വെബ്സൈറ്റ് എടുത്ത് റീഫ്രഷ് ചെയ്തുകൊണ്ടിരുന്നോ, എപ്പോൾ വേണമെങ്കിലും വരാം. അവർ പറയൂല, ഇപ്പോഴെങ്കിലും വരും. അങ്ങനെ വരെയാണെങ്കിൽ ഡൈനാമിക് ഐലൻഡും സിംഗിൾ ക്യാമറയും കൂടെ വെച്ചിട്ടൊക്കെയാണ് വരുന്നത്. കണ്ടറിയാടെ. എനിക്ക് തോന്നുന്നു സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ആലോചിക്കുന്നുണ്ട്, ഈ 13 മിനിയില്ലേ, iPhone 13 മിനിയിൽ ഈ സിലിക്കൺ കാർബൺ ബാറ്ററി 5500-ൻ്റെയോ 5000 മതി, 5500 വേണ്ട, 5000 mAh ബാറ്ററി വെക്കാൻ പറ്റും ആ ചെറിയ ഫോം ഫാക്ടറിൽ. എന്നിട്ട് അവരാ ഐഫോൺ ലുട്ടാപ്പി ഐഫോൺ ഇറക്കിയാണ്ടല്ലേ മാൻ. ഞാനൊക്കെ ഇങ്ങനെ സല്യൂട്ട് അടിച്ച് അതിനെയൊക്കെ ഇങ്ങനെ പൊക്കി അപ്പുറത്തെ വിളയെ കൊണ്ടുവരുത്തും. എനിക്ക് ചെറിയ ഫോൺ ഭയങ്കര ഇഷ്ടമാണ്. എൻ്റെ കാഴ്ചപ്പാടിൽ ഇപ്പോഴും സ്മോൾ ഫോൺസ് ആർ വെരി നൈസ്, വെരി ഹാൻഡി. ഭയങ്കര സുഖമാണ് ചെറിയ ഫോൺ യൂസ് ചെയ്യാൻ. എനിക്ക് മറ്റേ വലിയ 10 യൂസ് ചെയ്യണം. ബിക്കോസ് ചിലപ്പോൾ നമുക്ക് ഐപാഡ്സും ഷവമി പാഡൊക്കെ ഉള്ളത് കൊണ്ടായിരിക്കും. പക്ഷേ എനിക്ക് ചെറിയ ഫോൺ എന്ന് പറയുമ്പോൾ ഒരു ലുട്ടാപ്പി ആയിരിക്കണം. അതാണ് എൻ്റെ ഒരു ഇത്. നിങ്ങൾക്ക് അങ്ങനെയാണോ എന്ന് താഴെ വന്ന് കമൻറ്റിൽ പറയട്ടെ. അതേപോലെ MediaTek Dimensity 9400+ എന്ന് പറയുന്ന ചിപ്സെറ്റ് ഉടനെ വരുന്നതായിരിക്കും. അത് വെച്ചിട്ടുള്ള പുതിയ കുറച്ച് ഫോട്ടോഗ്രാഫി ബേസ് ചെയ്തിട്ടുള്ള ഫോണുകൾ റിലീസ് ആവുന്നുണ്ട്. ഈ Dimensity 9400 നല്ലൊരു ചിപ്സെറ്റ് ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 2 പ്രശ്നങ്ങളാണ് ഉള്ളത്. ഒന്ന്, നിങ്ങളൊരു ഓഡിയോ ഫയൽ, അതായത് നല്ല രീതിയിൽ പാട്ട് കേൾക്കാൻ താല്പര്യമുള്ളവർക്ക് മെയിനായിട്ട് ഉള്ള ക്വാൽകോമിൻ്റെ ആപ്റ്റെക്സ് അഡാപ്റ്റീവും ആപ്റ്റെക്സ് ലോസ്ലെസ് എന്നൊക്കെ പറയുന്ന കോഡൊക്കെ നിങ്ങൾക്ക് ഈ പറഞ്ഞ Dimensity ചിപ്സെറ്റിൽ കിട്ടില്ല. ഒന്ന്. രണ്ടാമത്തെ കാര്യം, ഈ സാധനം മറ്റേ ചില ഗെയിംസ് ഒന്നും ഇതിൽ സപ്പോർട്ട് ചെയ്യില്ലേ. ഗ്രിഡ് ലെജൻഡ് എന്ന് പറഞ്ഞൊരു ഗംഭീര ഒരു റേസിംഗ് ഗെയിമുണ്ട്, പെയ്ഡാണ്, കാശ് കൊടുക്കണം. ആ ഗെയിം ഈ Dimensity കളിക്കാൻ പറ്റൂല. അതേപോലെ ഗെയിം ഒപ്റ്റിമൈസേഷനൊക്കെ കുറച്ച് പാടാണ് ഈ സ്നാപ്ഡ്രാഗൺ വെച്ച് നോക്കുമ്പോൾ. അങ്ങനെ 2024 ഇന്ത്യയുടെ മൊബൈൽ മാർക്കറ്റ് ഗ്രോത്ത് 5% കൂടിയിരിക്കുകയാണ്. ഗംഭീരം. വിവോ തന്നെയാണ് നമ്പർ 1, നമ്പർ 2 പൊസിഷനിൽ ഷവമി, നമ്പർ 3 പൊസിഷനിൽ സാംസങ്, നമ്പർ 5th പൊസിഷനിലായിരുന്നു അറിയൂ ആപ്പിൾ. അവന്മാരാ ദീപാവലി സെയിലും ഫ്ലിപ്കാർട്ട് സെയിലും ആമസോൺ സെയിലിലൊക്കെ സെയിൽ ചെയ്ത് അങ്ങനെ ആപ്പിൾ 5ാമത്തെ സ്ഥാനത്തായി. അതായത് രമണ, നമ്മളെ നാട്ടിൽ, അതായത് ഓൾ ഓവർ ദ കേരള ആൻഡ് ഇന്ത്യ, വി ഹാവ് പീപ്പിൾ വിത്ത് ഐഫോൺ. എല്ലാവരുടെയും മോഹം അങ്ങ് മാറി കിട്ടിയില്ല. എല്ലാം മറ്റേ 0% EMI സ്കീമൊക്കെ വന്നുകൊണ്ട് എല്ലാം കണ്ണും പൂട്ടി ഐഫോണെ ഇപ്പോൾ എടുക്കുന്നുള്ളൂ. എടുത്ത് കഴിഞ്ഞിട്ട് മറ്റേ പച്ച ലൈനും നീല ലൈനും ഇത്രയേ ഉള്ള എന്ന് ചോദിക്കുന്ന സമയത്ത് അവർ മാറിക്കോളൂ. അത് വേറെ കേസ്. അതങ്ങനെയാണ്. ഈ ആപ്പിൾ ഐഫോൺ മേടിക്കുന്നവർക്ക് എനിക്ക് പറയാനുള്ളതെന്ന് പറഞ്ഞാൽ, നിങ്ങൾ മേടിച്ചിട്ട് എൻ്റെ അടുത്ത് വന്നിട്ട് ചേട്ടാ ഏറ്റവും ബെസ്റ്റ് TWS ഏതാ, ഏറ്റവും ബെസ്റ്റ് ടാബ് ഏതാ എന്ന് ചോദിക്കണ്ട. നിങ്ങൾക്ക് ഏറ്റവും ബെസ്റ്റ് അവന്മാരിറക്കണ ടാബ്ലറ്റും അവന്മാരിറക്കണ മാക്ബുക്കും അവന്മാരിറക്കണ TWSഉം ആണ്. അല്ലാതെ വേറെ ഒന്നും നേരാവണ്ണം നിൽക്കൂല. കോമ്പാറ്റബിൾ അല്ല, അവന്മാർ കോമ്പാറ്റബിൾ ആക്കൂല. ഇന്ത്യയിലുള്ളവന്മാരൊക്കെ കംപ്ലൈൻറ്റ് പറഞ്ഞാലും ഗവൺമെൻറ്റും ഒന്നും മറ്റേ കൂടെ ഒന്നും മറ്റേത് പോകണ പോലെയാണ്. അവന്മാരും പിന്നെ മൈൻഡ് ചെയ്യാത്തതുകൊണ്ട് വലിയ കുഴപ്പമൊന്നുമില്ല. ബാക്കിയുള്ള രാജ്യം പോലെയല്ല. ഇപ്പോൾ EU ഒക്കെ കണ്ടിട്ടില്ലേ അവന്മാർ ഏറി നടത്തണത്. നാട്ടുകാർ പോയി പറയുമ്പോഴാണ് അവന്മാരെ നേരെ നടത്തണത്. ആ പരിപാടി ഇവിടെ നടക്കൂല. ഇവിടെ ബാറ്ററി ചാർജർ പോയ ചിന്തരി വാപ്പ്. ഇവിടെ പച്ച ലൈൻ വന്നാൽ എന്താ പ്രശ്നം, നീല ലൈൻ വന്നാൽ എന്താ പ്രശ്നം? ഈ പച്ച ലൈൻ്റെ കേസ് OnePlusൻ്റെ പരിപാടിയിൽ നിങ്ങൾ എവിടെയെങ്കിലും ഗവൺമെൻറ് അവരെ വിളിച്ച് സാക്ഷി അവരെ വിളിച്ചിട്ട് തള്ളക്കി വിളിക്കണ കേട്ടിട്ടുണ്ടോ? എന്താണ് OnePlus ഇങ്ങനെ കാണിക്കുന്നത്? നാട്ടുകാർക്ക് ഇങ്ങനെയൊക്കെ പറയുന്നുണ്ടല്ലോ, എന്താണ് സംഭവം? പെട്ടെന്നൊരു മെഷർ അല്ലല്ലോ. ഇത് നാട്ടുകാർ തള്ളക്കി വിളിച്ച് കൺസ്യൂമർ പോയി കോർട്ടിൽ പോയി കേസ് കൊടുത്താണ് അവന്മാർ ലൈഫ് ടൈമായിട്ട് ഗ്രീൻ ലൈനിൻ്റെ സാധനം മാറ്റി തന്നത്. അല്ലാതെ ഗവൺമെൻറ് എവിടെയാണ് സമയം? നിങ്ങൾ എവിടെയെങ്കിലും കേട്ടിട്ടുണ്ടോ ഏതെങ്കിലും ഗവൺമെൻറ് വന്നിട്ട് OnePlusൻ്റെ അടുത്ത് തള്ളക്കി വിളിക്കണം? ഇല്ലല്ലോ. അതാണ് പറയണത്. ഇവിടെ വന്നിട്ട് കാര്യമില്ല. ഇവിടെ ഒരു ആപ്പിളിൻ്റെ ഒരു പ്രോപ്പർ സർവീസ് സെൻറ്റർ എവിടെയെങ്കിലും ഉണ്ടോ? എവിടെയെങ്കിലും? അതായത് നിങ്ങൾ പക്കയായിട്ട് പോയിട്ട് ഇതിന് മദർ ബോർഡ് ഇഷ്യൂ ആണ് എന്ന് മാത്രം അല്ലാത്ത ഏതെങ്കിലും ആൾക്കാർ, അതൊക്കെയാണ് ഞാൻ പറയണത്. അതുകൊണ്ട് ഞാൻ ഒന്നും മിണ്ടല്ലേ. ശരി. അതേപോലെ ഇൻസ്റ്റാഗ്രാമിൻ്റെ ഒരു പുതിയ അപ്ഡേറ്റ് വന്നിരിക്കുകയാണ് കേസ്. UI ചേഞ്ചൊക്കെ വന്നിരിക്കുകയാണ്. 1 ഏക്കർ സ്ഥലം ഇപ്പം നിങ്ങൾക്ക് കാണാൻ പറ്റും സൈഡിൽ, മറ്റേ ഫോളോയിങ്ങിൻ്റെ സൈഡിലാണെന്ന് തോന്നുന്നു. 1 ഏക്കർ സ്ഥലം ഇവിടെ ഇട്ടിട്ടുണ്ട്. എന്തൊരു പുതിയൊരു ആപ്പ് തുടങ്ങാൻ വേണ്ടിയിട്ടുള്ള എന്തോ ഒരു സാധനത്തിനാണ്. എനിക്ക് തോന്നുന്നു ആ ആപ്പ് എനിക്ക് തോന്നുന്നു എഡിറ്റ്സ് എന്ന് പറയുന്ന ആപ്പായിരിക്കും. ഈ എഡിറ്റ്സ് എന്ന് പറഞ്ഞിട്ട് ഇൻസ്റ്റാഗ്രാമിൻ്റെ ഒരു എഡിറ്റിംഗ് ആപ്പ് വരാൻ പോവുകയാണ് ഗൈസ്. ആൻഡ് മോർ ഓവർ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന പോലെ നമ്മളെ നാട്ടിൽ ക്യാപ്കട്ടും ബൈറ്റ് ഡാൻസ് എന്ന് പറയുന്ന ചൈനീസ് കമ്പനിയുടെ അണ്ടറിൽ വരുന്ന ഒരു ആപ്പാണ്. അമേരിക്കയിൽ ഈ സാധനം ഉണ്ടായിരുന്നു. ഇപ്പം ടിക്ടോക്ക് പോയിട്ടൊന്ന് വന്നായിരുന്നു, നിങ്ങളത് അറിഞ്ഞു കാണും. ടിക്ടോക്ക് ബാനായി, ഒരു 13 മണിക്കൂർ ബാനായി. അത് കഴിഞ്ഞ് തന്നെ ട്രംപ് വന്നിട്ട് ഐ വിൽ സേവ് യു എന്നൊക്കെ പറഞ്ഞിട്ട് ടിക്ടോക്കിനെ തിരിച്ചു കൊണ്ടുവന്നു. പക്ഷേ ക്യാപ്കട്ട് വന്നിട്ടില്ല കേട്ടോ. ക്യാപ്കട്ടിനെയൊക്കെ എടുത്ത് വിളയെ കളഞ്ഞ്
ടിക്ടോക്കിന് മാത്രമായിട്ടാണ് അവരെടുത്ത് വെച്ചേക്കുന്നത്. അപ്പോൾ CapCut എന്ന് പറയുന്ന സാധനത്തിന് ഒരു റീപ്ലേസ്മെൻ്റ് ആയിട്ടായിരിക്കും ഇൻസ്റ്റാഗ്രാമിൻ്റെ എഡിറ്റ്സ് എന്ന് പറയുന്ന ആപ്പ് ഇസ് കമ്മിങ്. വളരെ സന്തോഷ വാർത്ത, ഈ വർഷം ഇറങ്ങാൻ പോകുന്ന ആപ്പിൾ ഐഫോണിൽ ഇതൊക്കെ റൂമറാണ് കേട്ടോ, വരുമെന്നൊന്നും എനിക്കൊരു പ്രതീക്ഷയൊന്നുമില്ല. വരാൻ പോകുന്നതിൽ വേപ്പർ ചേംബർ സിസ്റ്റം, കൂളിംഗ് സിസ്റ്റം ഇറങ്ങാൻ പോവുകയാണ്. അവർ ഇത്രയും നാളും ഹീറ്റ് സിങ്ക് സംഭവമാണ് യൂസ് ചെയ്യുന്നത്. ഹീറ്റ് സിങ്ക് എന്ന് പറഞ്ഞാൽ ഒരുമാതിരി പൈപ്പ് പോലെ ഇരിക്കുന്ന സാധനത്തിന് വെച്ചിട്ടാണ് ഹീറ്റിനെ അവർ കൂൾ ചെയ്തുകൊണ്ടിരുന്നത്. അത് നടക്കില്ല. ഇപ്പോഴത്തെ എല്ലാ ഫോണും ഗെയിം കളിക്കുന്ന സമയത്ത് നല്ല ചൂടാവും ഐഫോൺ. ആ സമയത്ത് വേപ്പർ ചേമ്പർ ആണെങ്കിൽ അതിൽ കുറച്ച് വെള്ളം അയോഡൈസ്ഡ് വാട്ടർ ഉണ്ട്. അപ്പോൾ അതിങ്ങനെ ഇവോപ്പറേറ്റ് ചെയ്യുന്നു, അത് കൂൾ ചെയ്യുന്നു, തിരിച്ച് അതെങ്ങനെ ആവുന്നു, അങ്ങനത്തെ ഒരു സിസ്റ്റമാണത്, ഒരു സൈക്കിൾ സിസ്റ്റമാണത്. അപ്പോൾ ആ വേപ്പർ ചേമ്പർ സിസ്റ്റം ഫൈനലി ഐഫോൺ അഡാപ്റ്റ് ചെയ്യാൻ പോവുകയാണെന്നാണ് കേട്ടത്. എനിക്ക് തോന്നുന്നില്ല, എന്തായാലും ഇതൊക്കെ റൂമറാണ്, കേൾക്കാം. ലെറ്റ്സ് വെയിറ്റ് ആൻഡ് വാച്ച്. പിന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന പോലെ ഏറ്റവും ബെസ്റ്റ് സെൽഫി സ്റ്റാൻഡ് ഒരു സാധനം ഉണ്ട്, Insta360 Flow 2 Pro എന്ന് പറഞ്ഞൊരു സാധനം ഇറങ്ങിയിട്ടുണ്ട്. ഇതിൽ നിങ്ങൾക്ക് മൾട്ടി ഫേസ് റെക്കഗ്നിഷൻ, പിന്നെ എന്തിനൊക്കെയോ ബാക്കിൽ ചെറിയൊരു മിറർ പോലെയൊക്കെ കൊടുത്തിട്ടുണ്ട്, നമ്മൾ എന്താണ് എടുക്കണതെന്ന് കാണിക്കാൻ വേണ്ടിയിട്ട്. അതായത് ഉണ്ടേരെ അവിടെ മറ്റേ നമ്മൾ ഈ കാറ് വളയ്ക്കണ ഈ വളവിൻ്റെ അവിടെ വെക്കണ ഒരു വലിയൊരു മിററില്ലേ, അതുപോലത്തെ ഒരു ചെറിയ മിറർ ഈ സാധനത്തിൽ കൊടുത്തിട്ടുണ്ട്. അങ്ങനെയൊക്കെ ചെറിയൊരു കുറേ ചേഞ്ചസ് ഒക്കെ ആയിട്ടൊരു സാധനം വന്നിട്ടുണ്ട്. മുടിഞ്ഞ വിലയാണ്, വലിയ താല്പര്യം. ഞാൻ ഇത് മേടിക്കൂല ആ പൈസ കൊടുത്ത്. ഞാൻ ആ പൈസയ്ക്ക് വലിയ നമ്മുടെ DJI Pocket 3 അതൊക്കെ എടുക്കണതാണ് ഏറ്റവും ലാഭമോടെ ഇതിനെയും കാട്ടിൽ. അതേപോലെ സ്നാപ്ഡ്രാഗണിൻ്റെ 8 Liteൻ്റെ ഒരു ചിപ്സെറ്റ് വരാൻ പോവുകയാണ്. ഇത് മിക്കവാറും ഫോൾഡബിൾ ഫോണുകളിൽ വെക്കാൻ വേണ്ടിയിട്ടായിരിക്കും. ഒരു പെർഫോമൻസ് സ്കോർ കുറവാണ്. മറ്റേതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1 2 3 4 5 6 7 8 കോറാണ് എന്തോണ് വരുന്നത്. അതിൽ ഇതിൽ നമ്മൾ ഒരു കോറിനെ നൈസായിട്ട് എടുത്തിട്ട് ഒരു അണ്ടർ ക്ലോക്ക് ചെയ്ത ഒരു സ്നാപ്ഡ്രാഗൺ 8 Lite വരുന്നുണ്ട്. ലെറ്റ്സ് വെയിറ്റ് ആൻഡ് വാച്ച് ഗൈസ്, നമുക്ക് നോക്കാം. അതേപോലെ Nintendo Switch 2 കമ്മിങ് ആണ്. Nintendo Switch മറ്റേ പഴയ വെച്ച് നോക്കിക്കഴിഞ്ഞാൽ കുറച്ച് വലുത്, പിന്നെ കുറച്ച് മാഗ്നറ്റിക് പരിപാടി, അങ്ങനെ ഇങ്ങനെയൊക്കെ വെച്ചിട്ട് സാധനം. ഞാൻ ഈ Nintendo Switchൻ്റെ ഫാനല്ല. ഒരുപാട് പേർക്ക് അത് വലിയ താല്പര്യം ഉണ്ടാകും, ബട്ട് ഐ ഡോണ്ട് ലൈക്ക് ഇറ്റ്. ഹാൻഡ് ഹെൽഡിൽ എനിക്ക് ലീജിയൻ ഗോ തന്നെയാണ്, അല്ലെങ്കിൽ മറ്റേത് ROG അലൈ ആ സാധനം. സോ സ്വിച്ചിൻ്റെ 2ാം പതിപ്പ് വരണേ. കുറേ പേര് ഭയങ്കര എക്സൈറ്റഡ് ആണ്. ഞാനല്ല, ലൈക്ക് അടിക്കണം കേട്ടോ, അതിൻ്റെ സ്വഭാവം മാറ്റരുത്. ലൈക്ക് അടിയട്ടോ എല്ലാവരും, ലൈക്ക് അടിച്ചിട്ട് വീഡിയോ ഉണ്ടാവും. അതേപോലെ OnePlus 13 യൂസ് ചെയ്യുന്നവർക്ക് പുതിയൊരു അപ്ഡേറ്റ് വന്നിട്ടുണ്ട് ഗൈസ്. അതേപോലെ OnePlus 13R യൂസ് ചെയ്യുന്നവർക്കും പുതിയൊരു അപ്ഡേറ്റ് വന്നിട്ടുണ്ട്. എല്ലാവരും അത് ചെയ്യാൻ ശ്രമിക്കുക, ആരും പേടിക്കേണ്ട. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ OnePlus പഠിച്ചിരിക്കുകയാണ്. നിങ്ങൾക്ക് മറ്റേ ലൈഫ് ടൈം ഗ്രീൻ ലൈൻ വന്നു കഴിഞ്ഞാൽ അമ്മമാർ മാറ്റിത്തരും. ആരും ഇനി അപ്ഡേറ്റ് ചെയ്യാൻ പേടിക്കേണ്ട. അത് മാത്രമല്ല, ഈ ഫോൺ യൂസ് ചെയ്യുന്നവരുടെ ശ്രദ്ധയ്ക്ക് എന്തെങ്കിലും രീതിയിൽ ഫ്രെയിമിൽ ബെൻഡോ വീണെന്നൊക്കെ ഉള്ള എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ അമ്മമാർ ഈ പറയണ ലൈഫ് ടൈം പരിപാടി നിർത്തും കേട്ടോ. അതുകൊണ്ട് എല്ലാവരും സൂക്ഷിച്ചും കണ്ടും വേണം ഫോൺ യൂസ് ചെയ്യേണ്ടത് എന്നാണ് എനിക്ക് പറയാനുള്ളത്. അപ്പോൾ എന്തിനാണെങ്കിലും എല്ലാവരും ധൈര്യമായിട്ട് അപ്ഡേറ്റ് ചെയ്തോളി, ഒരു കുഴപ്പമില്ല. ഗ്രീൻ ലൈൻ വന്നാൽ എന്തോ പുതിയ ഫോൺ കിട്ടും, ത്രില്ല്. അതേപോലെ ഈ Q3, അതായത് 2025 Q3-ലായിരിക്കും നത്തിങ് ഫോൺ 3 ഇറങ്ങാൻ പോകുന്നതെന്നൊരു കരക്കമ്പിയുണ്ട് ഗൈസ്. നമുക്ക് നത്തിങ്ങിൻ്റെ ഒരു ഫ്ലാഗ്ഷിപ്പ് ലെവൽ ഫോൺ തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. ഫ്ലാഗ്ഷിപ്പ് ലെവൽ ചിപ്സെറ്റ് ആണോ എന്നൊക്കെ എനിക്ക് തോന്നുന്നില്ല. ഒന്നെങ്കിൽ സ്നാപ്ഡ്രാഗൺ 8 Gen 3 ആയിരിക്കും, അല്ലാതെ അവന്മാർ മറ്റേ ഈ മിച്ചം കിട്ടുന്നത് വെച്ചിട്ട് ചെയ്യണവന്മാരാണ് ഈ നത്തിങ്ങിൻ്റെ പരിപാടിയെ. പക്ഷേ സോഫ്റ്റ്വെയർ എക്സ്പീരിയൻസ് പൊളിയാണ്, അതുകൊണ്ട് നമുക്ക് നോക്കാം. അതേപോലെ വാപ്പ ഫൈൻഡ് N5 എന്ന് പറയുന്ന ഫോൾഡബിൾ ഫോൺ ഇറങ്ങാൻ പോവുകയാണ്. ഈ ഫോണിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ വെള്ളത്തിൽ പിടിച്ച് മുക്കാം എന്നുള്ളതാണ്. IPX9 വെള്ളത്തിൽ മുക്കി വെള്ളത്തിൻ്റെ ആടെ പോയിരുന്നു ഫോൺ യൂസ് ചെയ്യാം, ഫോൾഡബിൾ ഫോൺ. പക്ഷേ ഡസ്റ്റ് ഇപ്പോഴും ചോദ്യചിഹ്നമാണ്. ഡസ്റ്റ് കയറിക്കഴിഞ്ഞാൽ പണി പാടും. എനിക്കതാണ് മനസ്സിലാവാത്തത്. ഡസ്റ്റ് പേടിയും വെള്ളത്തിന് പേടിയില്ലേയും, അതാണ് ഇപ്പോഴത്തെ ഫോണിൻ്റെ ഒരു കൺഫ്യൂഷൻ. എന്തിനാണെങ്കിലും വാപ്പാര ഫോൾഡബിൾ ഫോൺ വരണേ വാപ്പ. പിന്നെ ഒരു വെടിക്കെട്ട് വാർത്ത വന്നിരിക്കുകയാണ് ഗൈസ്. ഷൗമിയുടെ വിൻപ്ലേ എന്ന് പറയുന്ന ഒരു സിസ്റ്റം വരാൻ പോവുകയാണ്. ആ ഒരു പരിപാടി വരുന്ന സമയത്ത് നിങ്ങളുടെ ഷൗമി പാഡിൽ വിൻഡോസ് ഗെയിംസ് സ്ട്രീം ചെയ്യാൻ പറ്റും വയ സ്റ്റീം ഡെക്ക്. യെസ്, സ്റ്റീം ഡെക്കിൻ്റെ സോഫ്റ്റ്വെയർ വെച്ചിട്ട് നിങ്ങൾക്ക് ഓൺലൈൻ ഗെയിംസും ഓഫ്ലൈനായിട്ട് കളിക്കാൻ പറ്റുന്ന ഗെയിംസും നിങ്ങൾക്ക് ഈ ഒരു ഷൗമി പാഡിൽ കളിക്കാൻ പറ്റും. ഇപ്പോഴത്തെ സ്ഥിതിയിൽ ഷൗമി പാഡ് 6S Pro എന്ന് പറയുന്ന പാഡിലാണ് ഈ ഫീച്ചർ വന്നിരിക്കുന്നത്. ചൈനയിലടെ, ഇവിടെയൊന്നുമല്ല. അപ്പോൾ ഈ സാധനം വെച്ചിട്ട് നമുക്ക് ഈ കമ്പ്യൂട്ടറിൽ കളിക്കുന്ന സാധനം അതിലോട്ട് തട്ടാം, എന്നിട്ട് കൺട്രോളറൊക്കെ ആഡ് ചെയ്യാം. 1C അത് കൊള്ളാം. അതായത് മൊബൈൽ ഇതിൽ നമുക്ക് യു ക്യാൻ ആക്ച്വലി play this games, AAA titles. What a fantastic. I don't know the FPS count and all, but കളിക്കാം. അത്ര ആലോചിച്ചാൽ മതി. കൊള്ളാം ഷൗമി, പൊളി. പക്ഷേ
ഷവമിയുടെ അടുത്ത് എനിക്ക് പറയാനുള്ളത് പഴയ നമ്മളെ മറ്റേ എൻ്റെയും ഷവമിയുടെയും തമ്മിലൊരു പഴയ ഇതുണ്ടല്ലോ, സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് എവിടെ ഷവമി എന്ന് പറയണം. എന്നെക്കൊണ്ട് വെറുതെ അത് പറയിപ്പിക്കല്ലേ പൊന്ന് ഷവമി. ആ ഷവമി പാഡ് 7 അത്യാവശ്യമായിട്ടും ഒരു ഗംഭീര സോഫ്റ്റ്വെയർ വന്നേ പറ്റുള്ളൂ. എന്തുമാത്രം ബഗ്ഗടേ, എന്തുമാത്രം ബഗ്, വെറുപ്പ് വരണം ആ സാധനം. ആ ബഗ് കാരണം എനിക്ക് യൂസ് ചെയ്യാം. അത്രയും നല്ലൊരു പ്രോഡക്റ്റ് ഇറക്കി. ഞാൻ പറഞ്ഞു, നിങ്ങൾ ഹാർഡ്വെയറിലല്ല, നിങ്ങൾ ഫോക്കസ് ചെയ്യേണ്ടത് നിങ്ങളുടെ സോഫ്റ്റ്വെയറിലാണ്. പ്ലീസ് ഡൂ ദാറ്റ്. എൻ്റെ പൊന്നു മക്കളെ കാര്യം ഞാൻ പിടിക്കുക. ഞാൻ ഇത് പ്ലീഡ് ചെയ്യണം, ഞാൻ ചീത്ത വിളിക്കുന്നതൊന്നുമല്ല. പ്ലീസ് ഫിക്സ് യുവർ സോഫ്റ്റ്വെയർ. നിങ്ങളുടെ കാശ് നിങ്ങൾ ഇടേണ്ടത് അതിലാണ്. ബിക്കോസ് വൺ പ്ലസിൻ്റെ ഗുണമെന്ന് പറഞ്ഞാൽ OnePlusൻ്റെ സോഫ്റ്റ്വെയർ പൊളിയാണ്. ഇതിൻ്റെ അകത്ത് ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. ഞാനിപ്പോൾ 13R യൂസ് ചെയ്യുന്നത്. ഇതിൻ്റെ അകത്ത് ഒരുപാട് പ്രശ്നങ്ങളുണ്ടെങ്കിലും സോഫ്റ്റ്വെയർ ഇസ് സോ ഗുഡ്. കാല് പിടിക്കാം, നിങ്ങളുടെ സോഫ്റ്റ്വെയർ ഒന്ന് ട്വീക്ക് ചെയ്യാം കേട്ടോ. അവസാനത്തെ ന്യൂസ്, നിങ്ങൾ ഈ കാണുന്നത് ലീക്ക് ഇമേജ് ആണെന്നൊക്കെയാണ് ചിലവർ പറഞ്ഞത്. ട്വിറ്ററിൽ പറഞ്ഞാണ് കേട്ടോ, ഇതാണ് വരാൻ പോകുന്ന iPhone 17 എയറിൻ്റെ കേസിൻ്റെ ഇതാണെന്നൊക്കെ പറഞ്ഞ്. ചിലപ്പോൾ അവനെങ്കിലും ഡമ്മി ഉണ്ടാക്കിയതായിരിക്കും, പറ്റിക്കണായിരിക്കും. അവിടെ ഒന്നും പറയാൻ പറ്റില്ല. ആപ്പിൾ പുതിയ ഡിസൈനൊന്നും പിടിക്കുകയൊന്നുമില്ല, പഴയ മറ്റേ ചങ്കരം തന്നെ. ദേ ആർ സ്റ്റിൽ ഇൻ കോക്കനട്ട് ട്രീ. നീ കണ്ടോ? എന്തിനാണെങ്കിൽ എനിക്ക് വിശ്വാസമൊന്നുമില്ല, ഞാൻ ജസ്റ്റ് നിങ്ങൾക്ക് കാണിച്ചു തന്നുള്ളൂ. ട്വിറ്ററിൽ ഞാൻ കണ്ടപ്പോൾ നിങ്ങളും കണ്ടോയെന്ന് വിചാരിച്ചതുകൊണ്ട് ഐ എം ജസ്റ്റ് ഷോയിങ് ഇറ്റ് ടു യു ഗൈസ്. സോ അപ്പോൾ എന്തിനാണെങ്കിലും അങ്ങനെ പറഞ്ഞ് ഞാൻ ഇന്ന് പോവുകയാണ് ഗൈസ്. ഇന്നത്തെ ന്യൂസ് ഇവിടെ കഴിയുകയാണ്. എല്ലാവർക്കും വന്നതിലും കണ്ടതിലും ഒക്കെ സന്തോഷം. അടുത്ത ന്യൂസുമായി ഞാൻ ഉടനെ വരുന്നതായിരിക്കും. പോണതിന് മുന്നേ എനിക്ക് പറയാനുള്ളത്, നമ്മളുടെ ന്യൂസ് തുറന്നു കഴിഞ്ഞാൽ ഇപ്പോൾ ഡ്രഗ് അഡിക്ഷൻ കാരണം പല തെണ്ടിത്തരങ്ങൾ കാണിക്കുന്ന കുട്ടികളെയും സാറന്മാരെ ബഹുമാനിക്കുന്ന പിള്ളേരെയും, സാറന്മാരെ അങ്ങനെ ബഹുമാനിക്കണമെന്ന് ഞാൻ പറയില്ല, അവരെ കാല് കഴുകി കുടിക്കണമെന്നല്ല. പക്ഷേ ഇവിടെ ബേസിക്കായിട്ട് അങ്ങനെ തട്ടും പിട്ടും എന്നൊക്കെ പറഞ്ഞൊക്കെ ഏത് വകയിലടേ നീയൊക്കെ, എനിക്കൊന്നും പറയല്ല. അത് കഴിഞ്ഞിട്ട് ഡ്രഗിൻ്റെ ഇത് വെച്ചിട്ട് എന്തൊക്കെയാടാ കാണിക്കണം. ഞാൻ കരഞ്ഞു പോയി ചില ന്യൂസൊക്കെ കേട്ട്. സ്വന്തം ഉമ്മായൊക്കെ ഇടേ ഒന്നും എനിക്ക് പറയല്ലേ, ഇത് എങ്ങോട്ടാണ് പോണേന്നേ. അത് കഴിഞ്ഞിട്ട് അന്ധവിശ്വാസം, ബ്ലൈൻഡായിട്ടുള്ള എന്തും അത് ഇന്ന സാധനമൊന്നുമല്ല, എന്തിനേയും ബ്ലൈൻഡായി വിശ്വസിക്കുന്നത് ആരും ചെയ്യരുത്. നമ്മളെല്ലാവരും വെയിറ്റ് ചെയ്തിരുന്ന ഒരു വെർഡിക്റ്റ് വന്നിരിക്കുകയാണ്. മിസ് കഷായ ഗ്രീഷ്മ ഗോട്ട് തൂക്കുകയർ. അത് പക്ഷേ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, നമ്മളെ നാടാണ്. ഇവിടെ മറ്റേ ഹ്യൂമൻ റൈറ്റ്സ് ആക്ടിവിസ്റ്റുകളുണ്ട്, പല കാര്യങ്ങളുണ്ട്. ആൻഡ് ഐ ഡോണ്ട് തിങ്ക് അത് നടക്കുമെന്ന്. അതങ്ങനെയാണ്. പല അപ്പീലുണ്ട്. ഇനി അവർക്ക് വേറെ പലയിടത്തും പോവാം, പലതും ചെയ്യാം, ഒക്കെയാണ്. അപ്പോൾ അതുകൊണ്ട് എന്തായാലും അങ്ങനത്തെ ഒരു വെർഡിക്റ്റ് വന്നത് നന്നാണ്. ഇങ്ങനത്തെ പരിപാടി ചെയ്ത് കഴിഞ്ഞാൽ മക്കളെ തൂക്ക് കയറാൻ നിങ്ങൾക്ക് റെഡി എന്നുള്ളത് സാധനം നാട്ടുകാർക്ക് ആ മെസ്സേജ് പോകുന്നത് നല്ലതാണെന്ന് എനിക്ക് പേഴ്സണൽ അഭിപ്രായമുണ്ട്. സോ ദാറ്റ് ഈസ് ആക്ച്വലി ഗുഡ്. ആ ഒരു ഗട്ട്സ് ഞാൻ സമ്മതിച്ചു, ആ ഒരു കോടതി കാണിച്ചതിൻ്റെ. പിന്നെ നമ്മളെ ബോബി എണ്ണൻ്റെ കാര്യം എനിക്ക് ഇത്ര പറയും. ഈ ഡബിൾ മീനിങ് എന്നൊക്കെ പറഞ്ഞ സാധനം ഞാൻ പറയേ, നമ്മൾ മറ്റൊരാളെ അൺകംഫർട്ടബിൾ ആക്കണമെന്നുണ്ടോ എന്ന് നമ്മളെപ്പോഴും ചിന്തിക്കണം അവിടെ. ഇപ്പം നമ്മളുടെ തമാശ, നമ്മൾ തൊടൽ പിടിക്കൽ ഒക്കെ വേറൊരാളെ ഇങ്ങനെ ആക്കുകയാണെങ്കിൽ അവരതിൽ താല്പര്യമില്ല. ലേൺ ടു അണ്ടർസ്റ്റാൻഡ് ദ റൂം. ആര് നമ്മളെ പ്രസൻസ് ഇഷ്ടപ്പെടുന്നു, നമ്മൾ അതിനനുസരിച്ച് ജീവിക്കണം അവിടെ. അതിപ്പോൾ നമ്മളുടെ വൈബിനുള്ള ഊളകളുമായിട്ട് നമ്മൾ സംസാരിക്കുമ്പോൾ അത് നമുക്കറിയാം, നമ്മൾ എന്ത് പറഞ്ഞാലും എന്ത് ചെയ്താലും അത് അങ്ങനെയാണ് വരത്തുള്ളൂ. അല്ലെങ്കിൽ പിന്നെ പറയണം തൊട്ടോര് തന്നെ എന്ന് പറയുന്ന ടൈപ്പ് ഓഫ് ആണുങ്ങളും പെണ്ണുങ്ങളും ഒക്കെ ഉണ്ട് നമ്മളെ ഇടയിൽ. അപ്പം അങ്ങനെ സംസാരിക്കണം, ഓപ്പണപ്പാ അവിടെ. നിങ്ങൾ പക്ഷേ മറ്റേ കാശും മേടിച്ച് ഇനോഗ്രേഷനും ചെയ്ത് 10 മാസം കഴിഞ്ഞിട്ടല്ല. ഇതിപ്പോൾ അങ്ങേരെ കാശും മേടിച്ച് അങ്ങേർക്ക് ഗ്യാസും കൊടുത്ത് അയാൾ ജെട്ടിപ്പുറത്തിറത്തി. ബട്ട് യാ, പ്ലീസ് കൺട്രോൾ യുവർ മൗത്ത് ബ്രോ. അതുണ്ട്, അണ്ണനുണ്ടത്. അണ്ണൻ നല്ല രീതിയിൽ എന്ത് പറഞ്ഞാലും ഒരു ഡബിൾ മീനിങ് ആണ് അണ്ണൻ. അപ്പോൾ എന്തിനാണെങ്കിൽ കൊള്ളാം കേട്ടോ. വൻ സീൻ ഉണ്ട്. ജാനുവരി മൊത്തം ന്യൂസിൻ്റെ കളിയായിരുന്നു. എനിവേയ്സ് പ്ലീസ് ഗൈസ്, ഇതിൽ നിന്നൊക്കെ എനിക്കെടുത്ത് പറയാനുള്ളതെന്ന് പറഞ്ഞാൽ ഈ ന്യൂസുകളൊക്കെ കണ്ട് ചിരിച്ചും ട്രോളുണ്ടാക്കിയും കളയാതെ പ്ലീസ് ട്രൈ ടു അണ്ടർസ്റ്റാൻഡ് ഇതൊക്കെയാണ് ഇതിൻ്റെ കോൺസിക്വൻസസ്. ഇപ്പോഴത്തെ വെള്ളം അടിച്ചിട്ട് ശുക്കാമണി കാണിച്ച നമ്മുടെ വർമ്മൻ അണ്ണൻ ആ പുള്ളിയൊക്കെ ഡി അഡിക്ഷൻ സെൻറ്ററിൽ കൊണ്ട് ഇടാനുള്ള സമയം കഴിഞ്ഞ്. ഇവർ ഈ ചെയ്യുന്ന സാധനം നമ്മളെ ഡിസ്റ്റർബ് ചെയ്യുന്നുണ്ടെങ്കിൽ അവിടെയാണ് പ്രശ്നം. ആ ഒരു ഫുൾ മറ്റേ ഈ ഫ്ലാറ്റ് കമ്മ്യൂണിറ്റിയിലുള്ളവർക്ക് അതൊരു വലിയ ഡിസ്റ്റർബൻസ് ആയിരുന്നു. ഇറ്റ് വാസ് എ പബ്ലിക് ന്യൂസൻസ്. ഡോണ്ട് ബി ദാറ്റ് ഗൈ ഓർ എ പേഴ്സൺ. ഒരിക്കലും അങ്ങനെ ആവരുത്.
നീയൊക്കെ റൂമിൽ കിടന്ന് നിങ്ങളുടെ വീട്ടിൽ കിടന്ന് എന്തിന് കണ്ണന്തിരി കാണിക്കുന്നു, ദാറ്റ് ഈസ് ഫൈൻ. നിങ്ങളുടെ വിശ്വാസം നിങ്ങളുടെ വിശ്വാസമാണ്, അത് ബാക്കിയുള്ളതിലോട്ട് ഇമ്പോസ് ചെയ്യരുത്. ദ തന്ത വൈബ് ഇസ് ഓവർ. എല്ലാവരും ലൈക്ക് അടിച്ചു എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. അടുത്ത ഒരു ചായ വ്യത്യക്കുമായി ഞാൻ വരും ഗൈസ്. അതുവരെ എല്ലാവർക്കും ഒരു ഹൃദയം നിറഞ്ഞ ചായ ചിയേഴ്സ് ആൻഡ് പ്ലീസ് ട്രൈ ടു ബി ആൻ അമേസിങ് ഹ്യൂമൻ ബീയിങ് ഗൈസ്. ജസ്റ്റ് ലിവ് യുവർ ലൈഫ് ടു ദ ഫുള്ളസ്റ്റ്. ജസ്റ്റ് ഫോക്കസ് ഓൺ യുവർ ലൈഫ്. നിങ്ങളുടെ ലൈഫ്, നിങ്ങളുടെ അംബീഷൻസ് അതിലോട്ട് എത്തിപ്പെടുക എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ഒന്നും കൂടെ പറയണ്ടേ. പ്ലീസ് ടേക്ക് കെയർ ഓഫ് യുവർ സെൽഫ്. ലവ് യു ഓൾ. ബൈ ബൈ.